അതാണ്ട് കണ്ടില്ലേ പുറയിലോട്ട് നോക്കി കണ്ട് കയറുന്നത്. ഇതേ അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയതാ, ആളില്ല. ഇനിയിപ്പം എല്ലാവരും അതിൽ പോവുക. കണ്ടില്ലേ ബസ്സുമൊതലാളി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ ഒരു നാണക്കേടായേക്കുവാണ്. കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും പൈസ കിട്ടും. പന്തളം മാവേലിക്കര, പന്തളം മാവേലിക്കര, പന്തളം മാവേലിക്കര. ഇനി എന്തെങ്കിലും വേറെ മറ്റു മാർഗം നോക്കാതെ ഒരു രക്ഷയില്ല. ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോക്കൽ ഈ അവസ്ഥയെ പറ്റത്തില്ല. ടാക്സ് കുറച്ച് തന്നാൽ അതൊരു വലിയ കാര്യം തന്നെ. 50% ടാക്സ് കുറച്ച്. പക്ഷെ അതുകൊണ്ടൊന്നും ആകുന്നില്ല. എല്ലാ വണ്ടികൾക്കും 2000 രൂപ 3000 രൂപ ബാലൻസ് കിട്ടിയ പൈസ. ബാലൻസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വേണം വണ്ടിയുടെ കാര്യങ്ങൾ നടത്തേണ്ടത്. നമ്മുടെ ജീവിതമാർഗം നടത്തുന്നത് എല്ലാ കാര്യങ്ങളും. സ്പെയർ പാർട്സിനാണെങ്കിൽ ഒരു ടയർ നേരത്തെ 6000 രൂപ മതിയായിരുന്നു കട്ട് ചെയ്യുന്നതിന്. ഇപ്പം ഒരു മാസം കൊണ്ട് 7500 രൂപ 8000 രൂപ ആയേക്കുക. ഇവിടെ ഒന്നും നമുക്ക് പൈസ കൊടുക്കാതെ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും പൈസ കിട്ടും ഇപ്പോഴത്തെ അവസ്ഥയെ. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് 1000 രൂപ 1200 രൂപ ശമ്പളം മേടിക്കുന്നുണ്ട്. ഈ ബസ്സിൽ പോകുന്നവർ 300 രൂപ 400 രൂപ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണ്? ബസ് മുതലാളി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ ഒരു നാണക്കേടായേക്കുവാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഇത്ര 5-8 വർഷം കൺസ്ട്രക്ഷൻ കമ്പനി വെളിനാട്ടിൽ വിദേശത്ത് ജോലി ചെയ്തതാണ്. ഇപ്പം അവിടുന്ന് നമ്മളെ ആ വെയിലും നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഞാൻ അവിടുന്ന് വന്ന് കള്ളക്കടം മേടിച്ചാണ് ഇതിപ്പോൾ ഇങ്ങനെ ഈ സർവീസ് നടത്തിക്കൊണ്ട് വന്നത്. ഇപ്പോൾ 10 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ട് വരുമായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് കൊറോണ ബാധിച്ചിട്ട് പോലും നമുക്ക് ഇങ്ങനത്തെ നഷ്ടം ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് ഭീമമായ നഷ്ടത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇങ്ങനെ ഈ വണ്ടിയെ പോകുന്നതുകൊണ്ട് അങ്ങനെ ഒരു ശമ്പളമെങ്കിലും എടുത്ത് അങ്ങനെ നമ്മളിത് ചിലവ് നടത്തിക്കൊണ്ടിരുന്നത്. കൂടുതലായിട്ടൊന്നും ഒരു സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ച് എത്രത്തോളം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടി ഇങ്ങനെ ഒരു കാര്യം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പന്തളം മാവേലിക്കര, പന്തളം മാവേലിക്കര, പന്തളം മാവേലിക്കര, പന്തളവേ മാവേലിക്കരേ. ഇപ്പം തന്നെ ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിയേക്കോ. ഒരാളാ വണ്ടിയെ കയറി. ഇവിടുന്ന് 10-20 പേര് വണ്ടിയെ കയറുന്നതാണ്. അപ്പൊ ആരുമില്ല, കയറാൻ ആരുമില്ല. ആൾക്കാരെല്ലാം നിൽപ്പുണ്ട്. എല്ലാ ആൾക്കാരും കുറേ വരുന്ന പ്രതിദർശിനി നോക്കി കാത്തു നിൽക്കുക. അതാണ്ട് കണ്ടില്ലേ പുറയിലോട്ട് നോക്കി കണ്ട് കയറുന്നത്. ഇതേ അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയതാ, ആളില്ല. ഇനിയിപ്പം എല്ലാവരും അതിൽ പോവുക. കണ്ടില്ലേ ഇതേ അവസ്ഥയാണ്. ഇനി വൈകുന്നേരം വരെ 9 മണി വരെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ 35 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് 10-11 ലിറ്റർ ഡീസൽ വേണം. 1100 രൂപയുടെ ഡീസൽ വേണം. ഈ വണ്ടി അവിടെ വരെ 300-400 രൂപയിൽ കൂടുതൽ ഓടുന്നില്ല. അപ്പൊ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വൈകുന്നേരത്ത് പമ്പിൽ കൊടുക്കാനും ഇതിനകത്ത് നമുക്ക് ഒരു ഡ്രൈവറുണ്ട്, പുള്ളിക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഇപ്പൊ തികയുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ. സർക്കാർ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുക എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കോ മറ്റ് രോഗബാധിതരായ ആൾക്കാർക്കോ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പം കൂടുതലും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് ഇത് ഫ്രീ ആയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി, പ്രിയദർശിനി വണ്ടിക്കകത്തിന്. അടുത്ത അവസ്ഥ നിങ്ങൾ കണ്ടില്ല. ഇനി അടുത്ത സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെ. ആൾക്കാർ കാണും, മാറി നിൽക്കും. പക്ഷേ നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്സിനകത്തിലോട്ട് ആൾക്കാർ കയറാൻ മടിക്കുകയും ഇപ്പം കുറേ പ്രിയദർശിനി വരുമെന്ന ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങി. ഇപ്പം തന്നെ നമ്മളിവിടെ വണ്ടി കൊണ്ട് നിർത്തിയപ്പം തന്നെ ഒരു വണ്ടി പോയേ കണ്ടില്ല. ഇത് തന്നെ അവസ്ഥ.